ഓക്കെ, അപ്പോൾ സെമി ഫൈനൽസ് ഡേ 1 സർപ്രൈസ് ഉണ്ടെന്നാ അതെന്തൊരു സെമി ഫൈനൽസ് ഡേ 1 ആണ്. ഗ്രൂപ്പ് എ വേഴ്സസ് ഗ്രൂപ്പ് ബി. 24 ടീം. പക്ഷേ 24 രണ്ട് ടീം വന്നിട്ടില്ല. 22 ടീമേ കളിക്കുന്നുള്ളൂ. ഇതാണ് ടീമിൻ്റെ ലിസ്റ്റ്. ഏറെക്കുറെ MBX 2 ആൾക്കാരുള്ളൂ. ബാക്കി എല്ലാ ഗെയിമിലും 3-4 ആൾക്കാർ വെച്ചിട്ടുണ്ട് ആക്ച്വലി. അപ്പോൾ ഫ്ലൈറ്റ് എടുത്ത് ഞാൻ ആക്ച്വലി പൊസിഷൻ കുറച്ച് ഡിലേ ആയിട്ട് കാണിക്കുന്നുള്ളൂ. അല്ല, ഇതിപ്പോൾ കാണിച്ചുകൊണ്ട് കുഴപ്പമില്ല, കാരണം ഇത് എപ്പോൾ വേണമെങ്കിലും എവിടേക്ക് വേണമെങ്കിലും പോവും. ജയ്സോറ വെൽക്കം കേട്ടാ. ഒരു സ്റ്റോറി ഇട്ടിട്ട് വരാം. സ്റ്റോറി ഇട്ടില്ലെന്ന് വേണ്ടല്ലോ ഇനി. ഏത് ആഹാ സെമി ഫൈനൽസ്. ഓക്കെ, അപ്പം അതും പോയി. അയ്യോ, മുകളിൽ കാണിക്കുമല്ലോ. 79 ലൈവ് ഉണ്ട്. എന്തോ സർപ്രൈസ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. സുനിറോ ഹൈ എവിക്കേ ഹലോ. ഹം അടിയ അതിൻ്റെ ശേഷം എന്താ എന്താക്കാൻ പറ്റില്ല. അവരൊക്കെ പാരഷൂട്ടില്ല. ഏതൊക്കെ ടീം എവിടെ ഇറങ്ങുന്നതെന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് ആരൊക്കെ ഒരുമിച്ച് ഇറങ്ങുന്നുണ്ടോ? അയ്യോ, കുറേ അടി മിസ്സാക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷെ എൻ്റെ കയ്യിൽ നിൽക്കില്ലത്. അത്രയും കൗണ്ട് ഉണ്ട്. ഇവിടെ ആരെയോ അടിക്കുന്നുണ്ടല്ലോ. 2 ഓറഞ്ച് ടീം ഒരുമിച്ചിട്ടോ. പാരഷൂട്ടിലാവും മിക്കവാറും. ഇവിടെ കാണുന്ന ഇതാര്? പുള്ളിനെ റവ് ചെയ്യാൻ പോലും പറ്റൂല. എങ്ങനെ വന്ന് കിടന്നതിൻ്റെ അകത്ത്? ഓക്കെ, ഫസ്റ്റ് അടി പൊട്ടുന്നുണ്ട്. MB വേഴ്സസ് EC. MB താഴത്ത് നിലയിലുണ്ട്, EC മുകളിലത്തെ നിലയിലുണ്ട്. ഓക്കെ, കണ്ട് ഒരാൾ ഡൗൺ ആവാൻ ചാൻസ് കാണുന്നുണ്ട്. EC കിസ. ഓക്കെ, ഫസ്റ്റ് വിക്ക് കൊണ്ടിട്ടുണ്ട്. EC കിസയാണ് ഡൗൺ ആയിരിക്കുന്നത്. ECയിൽ ഒരു 1 ഡൗൺ. അയ്യോ സോറി, അത് ഞാൻ മൈ ബാഡ്. ഇവിടെ എന്നെ നല്ല അടിച്ചിടാമാര്. ഓ, TX മറന്നുപോയി ചേട്ടാ. ഞാൻ മിക്കവാറും ഇപ്പോൾ ഡൗൺ ആയേനെ. ഇപ്പോഴത്തെ മറ്റേ നോ ക്ലിപ്പിൽ ആളെ കാണാം. EC ആക്ച്വലി എന്ത് EC ഒരാളിവിടെ നോക്കുന്നുണ്ട്. ബാക്കി ഇവിടുത്തെ ആൾ അടിച്ചെന്ന് തോന്നുന്നു. ഫിനിഷ് ആക്കിയെന്ന് തോന്നുന്നു. വേറെ ഇവിടെ അടി ഇവരൊക്കെ ആക്ച്വലി അടുത്തടുത്തുണ്ട്. എനിക്ക് അറിഞ്ഞുവിടത് എവിടെയൊക്കെ അടി കൂട്ടുന്നുള്ളത്. LAK ഉണ്ട് ഇവിടെ. SPS ഉണ്ട്. ബട്ട് LAK കണ്ടിട്ടില്ല. ആവണം ഇല്ലെങ്കിൽ പുഷ് ചെയ്യേണ്ടതാണ്. ഒരേ ഒരാളേ ഉള്ളൂ. ഓക്കെ, ഫസ്റ്റ് സോൺ ഇപ്പോൾ വരും. യോക്കയും DD ഇവിടെ ഉണ്ട്. പക്ഷേ DD ലീവ് ചെയ്യുവാണ്. കറൻ്റ്ലി ഇപ്പോൾ അടി അടക്കാൻ ചാൻസ് ഇല്ല. ടീം NT ഇതേക്കോ. NT actually I will not specific time bro because of some meta issues.
എടാ അവിടെ ഒരുത്തന്നെ വണ്ടി ഇടിച്ച് കൊല്ലാന്ന് പൊടി പറയുമ്പോഴാണ്. അല്ല ഏട്ടാ ആ ഫേസ് ഇത് വന്നപ്പോഴാണ് എനിക്ക് FPS ഡ്രോപ്പ് അടിച്ചത്. പുള്ളി ഓടിപ്പോയി. ഓ അവിടെ ഒരു അടി അടക്കും. ഒരാൾ ഡൗൺ ആവാൻ ചാൻസ് ഉണ്ട് അവിടെ. MDX വേഴ്സസ് NT ഗാമ പൽവാൻ വേഴ്സസ് MDX ഹീറോ ആണ് ഇവിടെ. ഓ ഗാമ പൽവാൻ വണ്ടി ചിപ്പി സപ്പോർട്ട് വന്നു അവിടുന്ന്. അവിടുന്ന് നല്ല രീതിയിൽ സപ്പോർട്ട് വരുന്നുണ്ട്. അതിലറിയാൻ പോയി. ഓയ്യോ എടാ സ്വന്തം ടീമിനെ കില്ലെടുത്തവൻ ആ ബോംബിലോട്ട് വന്നിട്ടല്ലേ കയറിയത് രണ്ടാൾക്കാര്. ഓക്കെ ഇവിടെ MDX 3 പേര് ഡൗൺ ആയിട്ടുണ്ട്. ഫിനിഷ് ആക്കിയിട്ട് അടുത്ത ഒരാൾ അവിടെ വളഞ്ഞിട്ടുണ്ട് അറിയാം. ഓക്കെ KTD വേഴ്സസ് DD ലബൂബൂനെ അടിച്ചിട്ടിട്ടുണ്ട്. ഒരാൾ മാത്രമായിട്ട് ഇവിടെ വന്ന് ഇങ്ങനെ പെട്ട്. എങ്ങനെ ഇവിടെ വന്ന് പെട്ട്? ഇവിടെ ഒരു ടീം ഉണ്ടല്ലോ അപ്പുറത്ത്. UK ഇപ്പുറത്തുണ്ട്. ഇവിടെ KTD 3 പേരെ കാണുന്നുള്ളൂ. എനിക്ക് 3 പേരുള്ളൂ. KTD 4 പേരുണ്ടല്ലോ. ഒരാൾക്ക് തോന്നുന്നു അപ്പുറത്തുനിന്ന് ഒരാൾ വരുന്നുണ്ട് ഇങ്ങോട്ട്. ഓക്കെ UK വേഴ്സസ് KTD ഫസ്റ്റ് സോൺ കഴിഞ്ഞാൽ മേ ബി ഒരു സംഭവം വരും. ഡ്രോപ്പാണാ സെറ്റ് ചെയ്താ ആടാ ബോംബ്. എയർ ഡ്രോപ്പ് വരും. അത് പൊളിക്കൂലും അങ്ങനെ വരികയാണെങ്കിൽ. മേ ബിയാ വിശ്വാസമല്ല ഇപ്പോൾ. ഓക്കെ SK വേഴ്സസ് സൈലന്റ് വീഴാൻ ഇല്ല. 6 അടിച്ചു കളഞ്ഞു. ഓക്കെ സൈലന്റ് 1 HP ആയി. എടാ കോണിമ നിൽക്കുന്നാടാ. ഒന്ന് തിരിഞ്ഞടിച്ച് കഴിഞ്ഞാൽ വീഴും. 2 ആൾക്കാർ 1 HP. ഓക്കെ UK കില്ലർ ചോക്കള ഡൗൺ. KTD UKനെ പുഷ് ചെയ്യുന്നുണ്ട്. അയ്യോ യാമി 1 HP അകത്തോട്ട് കയറിപ്പോയി കവർ എടുത്ത് ക്ലോത്തിങ് സ്റ്റോറിൻ്റെ. ഓക്കെ യാമിനോട് അകത്ത് കയറി അടിച്ചു. UK ശുക്ല ഡൗൺ. UK 2 പേര് ബാക്കിയുള്ളൂ. ഈ 2 പേരും കൂടി ഡൗൺ ആവുകയാണെങ്കിൽ UK വൈപ്പ് ആവാൻ ചാൻസ് ഉണ്ട്. ഈ 2 പേരുടെ കയ്യിലാണ് ഇനി UKയുടെ കളി. ആരും റീകോൾ ചെയ്യാൻ അപ്പുറത്തൊന്നുമില്ല. അല്ലെങ്കിൽ ഇറങ്ങി എങ്ങനെയും ഓടണം. പറ്റും. ബട്ട് KTD ഏറെക്കുറെ വളഞ്ഞിരിക്കുന്നു. ആ ബോംബ് നൈസ് ബോംബായിരുന്നു. ബട്ട് അവിടെ കുറച്ച് മാറിപ്പോയി. ഓക്കെ KTD ബാക്കി കൂടെ വളഞ്ഞ്. ഇതിൻ്റെ അടുത്ത കൂടെയും കയറി. ഓക്കെ ടോക്സിക്ക് ചാടി. 2 പേരും ചാടി. അവർക്ക് ഇപ്പോൾ എസ്കേപ്പ് ആവുകയാണെങ്കിൽ ഏറെക്കുറെ എസ്കേപ്പ് ആവാൻ പറ്റും. വണ്ടി എടുത്ത് പോകാൻ ട്രൈ ചെയ്യുവാണെങ്കിൽ ഒരാളെങ്കിലും. ബട്ട് വളർന്നവർ. ടോക്സിക് 1 HP ആയിട്ട് നടക്കുന്നത്. ഓക്കെ ടോക്സിക് ഡൗൺ. ലാസ്റ്റ് വൻ UK SK. ഓക്കെ സെമി ഫൈനൽ ഡേ 1 ഫസ്റ്റ് റൗണ്ടിൽ ഫസ്റ്റ് ടീം പുറത്തായിട്ടുണ്ട്. UK ആണ് എലിമിനേറ്റ് ആയിരിക്കുന്നത്. അവർക്ക് ആക്ച്വലി തിരിച്ചു വരാം. ഇനിയും നാളെയും മറ്റന്നാളും കളിയുണ്ട്. പോയിന്റ് വെച്ചിട്ടാണല്ലോ എന്തായാലും. ബട്ട് ഫസ്റ്റ് റൗണ്ടിൽ അവർ പോയിട്ടുണ്ട്. ഇനി ആരാളുള്ളത്? ഓക്കെ അവിടെ ഏതോ 2 ടീം കണ്ടുമുട്ടിയിട്ടുണ്ട്. പിറ്റിംഗ് ആണോ? ഓക്കെ വാഗോസ് IMC. വാഗോസിൻ്റെ ഒരാൾ നേരത്തെ ഡൗൺ ആയിരുന്നു. എന്തോ ആയി. കിൽഫീഡ് ഉണ്ടായിരുന്നു.
കാണാൻ പറ്റില്ല. ഓക്കെ, ഫ്ലിക്സ് ഡൗൺ അവിടെ. ഫ്ലിക്സിനെ സെന്തിൽ അടിച്ചിട്ടുണ്ട്. ഓ 10 പെട്ടോ, പെട്ട്. ഇല്ല, ഡൗൺ ആയി. ഓക്കെ, എനിക്കടിയായിരുന്നടാ, എന്നെന്തിനാണ് അടിക്കുന്നത്? ഒരാൾ എനിക്ക് തോന്നുന്നു വാഗോസ് നൈസായിട്ട് ലീവായി. അവർക്ക് അതുകൊണ്ട് റീകോൾ ആയി വരാൻ പറ്റും. ഓയ്യോ, അവിടെ ഒരാൾ പെട്ടിട്ടുണ്ടല്ലോ. ഓക്കെ, RCB MBX ഒരാൾ അടിച്ചിട്ടുണ്ട്. അതാണത്. MBX ഒരാൾ മാത്രമായിട്ട് എങ്ങനെ ഇവിടെ വന്ന് പെട്ടു? MBX ആക്ച്വലി 2 പേരല്ലേ ഉള്ളൂ. അതിലൊരാൾ ഡൗൺ ആയി. ഒരാളിവിടെ ഉണ്ട് അടുത്ത്. ആക്ച്വലി ഇത് എളുപ്പമല്ല ചേട്ടാ. എല്ലാം കൂട്ട് ഒരുമിച്ച് ഫൈറ്റ് ആയി കഴിഞ്ഞാൽ പെട്ട്. TP ഉണ്ട് ഇവിടെ, BNB ഉണ്ട്. പക്ഷെ അടിയാവാൻ ചാൻസ് കുറവാ. ഓക്കെ, അവിടെ വൈപ്പായെന്ന് തോന്നുന്നു. MBX ലാസ്റ്റ് മാൻ റീകോൾ ചെയ്യാൻ വന്നു. ബട്ട് LAKൻ്റെ അടുത്തോട്ടാണ് വന്നത്. ഇല്ല, വൈപ്പായിട്ടില്ല. ഓ, RCB മുമ്പിലോട്ട് തന്നെ ചെന്നല്ലോ അവനും. പിന്നെന്തിനാ അവിടെ ഇറങ്ങിയത്? വണ്ടി മാറ്റാൻ വേണ്ടി ഇറങ്ങിയല്ലോ ആണോ? ഇവിടെ കൂടെ ഡൗൺ ആയ MBX വൈപ്പ് ആവും. ലാസ്റ്റ് മാനാണ് MBXലെ. ഇവിടെ ഡൗൺ ആവുകയാണെങ്കിൽ സെക്കൻഡ് ടീം എലിമിനേറ്റ് ആവാതെ സെക്കൻഡ് ടീം ആവും. ഓക്കെ, MBX എലിമിനേറ്റ് ആയിട്ടുണ്ട്. ഓ അയ്യോ, അവിടെ അടുത്ത LAKയും വേറെ സെസ്കി ഇപ്പോൾ എടുത്ത് തന്നു. LAK 3 പേരുള്ളോ? ഓക്കെ, സെസ്കി ഇവിടെ ഇറങ്ങി, അടിയായി. ഓക്കെ, LAK ഹരിത ഡൗൺ. വിമല മിക്കവാറും ഇപ്പോൾ ഡൗൺ ആവും തോന്നുന്നു. വിമലയും ഡൗൺ ആയി. ശാരദയുണ്ട് ഇവിടെ. അതൊക്കെ ഒരു പിക്ക് എടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇല്ല, എന്തോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, LAK തേർഡ് ടീം എലിമിനേറ്റ് ആയിട്ടുണ്ട്. തിന്മശേ വെൽക്കം ടു സ്ട്രീം. റോഡക്സ് MB സ്പെക്ക്. MB എത്ര പേരുണ്ട്? 4 പേരുണ്ട്. 2 കില്ലുണ്ട് അവർക്ക്. ഫൈറ്റ് ആകുമ്പോൾ കറക്റ്റ് സ്പെക്ക് ചെയ്യാൻ പറയോ? ഞാൻ അങ്ങനെ സ്പെസിഫിക് ആയിട്ട് ഓരോ ടീമിനെ വെച്ചിട്ട് സ്പെക്ക് ചെയ്യുന്നില്ല. കാരണം പൊസിഷൻ അറിയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കളിക്കുന്ന ആരാണെന്ന് നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ സ്പെക്ക് ചെയ്യുന്നില്ല. ഫൈറ്റ് ആകുമ്പോൾ 2 ടീം കണ്ടുമുട്ടുന്നുണ്ടെങ്കിൽ അടിക്കാം, സ്പെക്ക് ചെയ്യാം. TGY ഉണ്ട്, 4 പേരുണ്ട്. MBയും 4 പേരുണ്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ കില്ലുള്ള ആർക്കാ നോക്കുവാണെങ്കിൽ KTDക്ക് 5 കില്ലായിട്ടുണ്ട്. സെസ്കി 3 കില്ല്. ആരോ വന്നല്ലോ. ഓക്കെ, SPS ഇങ്ങോട്ട് വന്നു. SPS സെസ്കി അടിയാവാൻ ചാൻസ് ഉണ്ട്. SPS 4 പേരുണ്ട്. സെസ്കി ആക്ച്വലി 3 പേരുള്ളൂ. അല്ല, 4 പേരുണ്ട്. ഇപ്പോൾ റീകോളിനായിട്ട് ആരോ നിർത്തിയിട്ടുണ്ട് ഇവിടെ. ഈ വാക്സിൻ്റെ വണ്ടിക്ക് വീലൊന്നുമില്ല. അടിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചു കൊടുത്തതാണ് അത്. ഓക്കെ, NT വേഴ്സസ് TP ഒരാൾ ആക്ച്വലി ഡൗൺ ആയി. സാബു
വണ്ടിയിലിരുന്നിട്ട് അടിക്കുന്നത്. വണ്ടിയിലത്തെ എന്തോ ഓഫാക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ഓഫാക്കല്ലേ, പവർ കുറയ്ക്കാൻ എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡ്രോപ്പ് വല്ലതും. ഓക്കെ, എനിക്ക് അടുത്ത ആളടിച്ചിട്ടുണ്ട് ടി പി സിയോണിനെ. ഇനി രണ്ടുപേരോ ടി പി? രണ്ടുപേരും ഇവിടെ തന്നെ ഉണ്ടോ? ഓക്കെ, നരേന്ദ്രൻ ദാസും ഡൗൺ ആയിട്ടുണ്ട് ടി പി യിൽ. അപ്പോൾ ഒരാൾ മാത്രം ബാക്കിയുള്ളൂ. പക്ഷെ പുള്ളി ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു. आपको हिंदी नहीं आता है? नहीं ब्रो, आई डोंट नो हिंदी. സോറി. ടി പി ചെയ്തെന്ത്? ഓ, അത് ഫിനിഷ് ആക്കിയതാ. എനിക്കപ്പോൾ അഗെയിൻ കില്ല് കിട്ടിയിട്ടുണ്ട്. 3 കില്ലായിട്ടുള്ളൂ. ബട്ട് ഫിനിഷ് ആക്കാനുണ്ട് ഇവരൊക്കെ ഫിനിഷ് ആക്കി കഴിഞ്ഞാലേ കില്ല് കയറുള്ളൂ. യാ, ഹിന്ദി നെഹി ആത്താ ഹെ. 67 വേഴ്സസ് ആർ സി ബി. ആർ സി ബിയിൽ ഡൂ ഡൗൺ ആയിട്ടുണ്ട്. ഓക്കെ, ആർ സി ബി ലാസ്റ്റ് മാനാണെന്ന് തോന്നുന്നു. 1 HP ആണ്. ഓക്കെ, ആർ സി ബി വൈപ്പ് ആയിട്ടുണ്ട്. ഇവിടെ SPS എസ്കിയിലെ കുറേ പേരടിച്ചു. എസ്കി ഒരാൾ ബാക്കിയുണ്ട്. ബാക്കി 3 പേരെ ഡൗൺ ആക്കിയിട്ടുണ്ട് SPS. MB വേഴ്സസ് LMC അടിയായി. എല്ലാവരും കൂടെ ഒരുമിച്ചടിയാ വല്ലത്. എന്താണ് നിങ്ങൾ? LMC ഗുണ ഡൗൺ. LMC രാജൻ അവിടുന്ന് സപ്പോർട്ട് വന്നിട്ടുണ്ട് ആൾക്കാർ. ഓ, രാജൻ ഡൗൺ. 1 വേഴ്സസ് 1v2 ആണോ? അല്ല, ഒരാളും കൂടി എവിടെയോ ഉണ്ട് MBയുടെ. എനിക്ക് അവിടെ നടന്ന് കില്ലെടുക്കുന്ന. അല്ല, നേരത്തെ ഫിനിഷ് ആക്കിയതാ. സർപ്രൈസ് സ്പെക്ടേറ്റ് ചെയ്യുന്നവർക്ക് കാണാത്തതാണ്. ഓക്കെ, റോള് വേണ്ടിയിരിക്കല്ലേ? ഓക്കെ, MDX ഇവിടെ ഈസിയുടെ പിന്നാലെ പോകുന്നുണ്ട്. ഓ, ഈസി ആക്ച്വലി റീകോൾ ചെയ്ത് ആരോ ഡൗൺ ആയിട്ടുണ്ടായിരുന്നല്ലോ. ഈസി എന്നോവ 1 HP ഡൗൺ ആയി. ചുട്ടു വന്നിടിച്ച്. അലിബാബ 1 HP. ഓ, MDX ഹീറോ മുകളിൽ ഇറങ്ങി. അലിബാബ ഡൗൺ ആയി. ഈസി അഗെയിൻ ഈസി ഒരാൾ മാത്രം ബാക്കി. ഈസി ഒരാളെ മാറ്റി നിർത്തിയിട്ടുണ്ട്. റെക്കോർഡിന് വേണ്ടി മാത്രം ലൈക്ക് മാറ്റി നിർത്തിയിട്ടുണ്ട്. CSK MB IMC 67. 4 ടീമും ഓറഞ്ച് കളറാണ്. ഈസിയും അവിടെ കിടന്നാൽ അറിയാൻ പറ്റില്ല അവർ ടീമാണോ അല്ലേ എന്നുള്ളത്. ബ്ലൂ ആരായിരുന്നു? WES ആരോ പോകുന്നുണ്ടല്ലോ അങ്ങോട്ട്. PGYയും അടിയായില്ല, ബട്ട് ലീവായി. നമ്മൾ കണ്ടുമുട്ടിയായിരുന്നു അവർ. ഇന്ന് നോക്കുവാണെങ്കിൽ 19 ടീമാണ് ബാക്കിയുള്ളത്. 54 ലൈവ്. മൊത്തം 34 പിക്ക് എടുത്ത്. പഴയ എനർജി ഇല്ലല്ലോ ആക്കിയെന്ന്. ഈ ഡൊക്കോറോ ഹൈ എൽക്കിൻ്റെ സ്ട്രീം വയസ്സായി.
എനർജി ഒന്നുമില്ല. കെട്ടിയം എല്ലാവരും ഉണ്ടല്ലോ. നിങ്ങൾ ടീമുണ്ട്. TGY ആക്ച്വലി ടീമിത്തെ ആൾക്കാരല്ലോ അല്ലോണോ, അല്ലെങ്കിൽ വേറെ ഏതൊരു ടീമാ? പുതിയ ടീമൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ, അടുത്ത സോൺ വന്നിട്ടുണ്ട്. സോണിൻ്റെ പുറത്തുള്ളത് ഇപ്പോൾ WS. ഇവർ പിന്നെ കയറും. DD KTD. ഓക്കെ, എനിക്ക് ഈസിയിലെ ലാസ്റ്റ് മാനാണ്. അല്ല, റീകോൾ ചെയ്ത് പുള്ളി. റീകോൾ ചെയ്യുമ്പോഴത്തേനും എനിക്ക് വന്നു ഇവിടെ ഡൗൺ ആയി. അലിബാബ ഒരാളും കൂടി ഉണ്ട്. കടാസീമ. അയ്യോ, അത് കണ്ട്. പുള്ളി ലാസ്റ്റ് മാനാണോ ഈസി? എൻ്റെ പൊന്നേര്, എല്ലാവരും കൂടിയിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നതന്നല്ല, വണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്. कुमार कितने लोग हैं जो दबे हैं? Everybody is gamma pens NT gamma what? Gamma Palwan. Gamma Palwan pens. Oh, last one. I think he's the last one. Easy. I think NT has 8 kills. പിന്നെ IMC KTD 5 കില്ല് വെച്ചിട്ട് NT ആണ് ആക്ച്വലി ടോപ്പ് കില്ല്. ഇപ്പോൾ കറൻ്റ്ലി ടോപ്പ് കിൽ NTക്കാണ്. 8 കിൽ, 8 കില്ലുണ്ട്. KTM ആണ്. ഓ ആണല്ലേ. TGY. ഞാൻ പേര് നോക്കില്ല പ്ലേയേഴ്സിൻ്റെ. ആരൊക്കെ ഉണ്ട്? ഓക്കെ, എനിക്ക് അടുത്ത ആളെ കിട്ടി. PhD ജാക്സ്പെരോ പെട്ട്. ഓ, ഗമപ്പൽവൻ ഡൗൺ ആയി. വണ്ടി അടിച്ചു വന്നതാണ്. ഓക്കെ, അവിടെ ഡൗൺ ആക്കി. ഇപ്പുറത്ത് ആരൊക്കെ അടിയായി? MDX വേഴ്സസ് IMC അടിയായിരുന്നു. IMC ഒരാൾ ഡൗൺ ആണ്. ഷുട്ടൂർ ഡൗൺ ആക്കി ഒരാളെ. അപ്പോൾ അവർ സ്പ്ലിറ്റ് ആയിട്ട് പോയോ? അവർ സ്പ്ലിറ്റായി. എനിക്ക് തോന്നുന്നു ഓൾ ഡൗൺ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് സ്പ്ലിറ്റ് ആയതാ. അയ്യോ, ടവറേക്ക് എത്തി. ഒരുത്ത് വണ്ടിയും കത്തി. ഓ, വല്ലാത്തൊരവസ്ഥ കേട്ടോ. ഓക്കെ, ഡെവിൻ വന്ന് ഇടിച്ചിട്ട് കൊടുത്തു. ഷുട്ട് കില്ലെടുത്ത്. WS ഇവിടെ സെസ്റ്റി നെർവാന് ഡൗൺ ആക്കിയിട്ടുണ്ട്. സെസ്റ്റി ഒരാൾ പുറത്താണല്ലോ. ഓക്കെ, ഐ തിങ്ക് ഗാമ റിവൈവ് ആയോ? യാ, they revived him. TP me to my team. അത് നേരത്തെ ഇട്ടതാ. ടെർബോ കണ്ട. ഓ, പേരിഞ്ഞ് വേറെ ഇട്ടാ കയറിക്കണെന്നാണ്. അതിൻ്റെ ഇടയ്ക്ക് പുറത്തുപോയി റീകോൾ ചെയ്യുന്നു.
സെസ്കി ഇറ്റാച്ചി. ഓ സെസ്കി ആക്ച്വലി 3-4 പേര് നോക്കായിരുന്നല്ലേ. WT ഓക്കെ. NT with 9 kills, MDX 5 kills, KTD 5, IMC 5, പിന്നെ 3 67 4 kills ഉണ്ട്. 4 kills. അവിടെ ഒരു 3 ടീം അടിയാവാൻ ചാൻസ് കാണുന്നില്ല. 2 ടീമെങ്കിലും അടിയാവും. പിറ്റിംഗ് എങ്കിലും ആവും കത്തിയാൻ. എന്തത്ര ഡിലേ? ഓക്കെ. DD വേഴ്സസ് KTD. ഓക്കെ. കേറ്റി പോയി അവിടെ അടുത്ത അടിയായി. കേറ്റി നെക്സ്റ്റ് വിക്ക് എടുത്തിട്ടുണ്ട്. അത് ആരെയായിരുന്നു അടിച്ചത്? കാണാൻ പറ്റില്ല. ബാക്ക് ടു ദാറ്റ് ചേസ്. ഓക്കെ. MDX അവിടെ ഈസിനെ അടിച്ചു. ബട്ട് അവർ റീകോൾ ചെയ്തെന്ന് തോന്നുന്നു അപ്പം തന്നെ അടുത്ത ആൾക്കാരെ ബാക്കിയുള്ള. ഇത് റീകോൾ ആയാലെന്ന് തോന്നുന്നു. ഇത് എവിടെയോ ഒരു ഓറഞ്ച് ടീം റീകോൾ ആയി വരാൻ ചാൻസ് ഉണ്ട്. IMC അവിടെ റീകോൾ ചെയ്യാൻ പോയി. ഓക്കെ. ഫേസ് 4 എൻ്റെ ഈ സോണ്. അടുത്ത സോൺ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഡ്രോപ്പൊക്കെ ഉണ്ടെന്ന് പറഞ്ഞത്. ബട്ട് നമുക്ക് കാണാൻ പറ്റില്ല. പ്ലേയേഴ്സിനെ കാണാൻ പറ്റുള്ളൂ. WES ഉണ്ട് ഇവിടെ. WES ഇവിടെ ആരോ പോകുന്നത് നോക്കിയേക്കുന്നു. MDX പോകുന്നുണ്ട് ഫ്രണ്ടിൽ. അവർക്ക് ഫൈറ്റ് എടുക്കാൻ താല്പര്യമില്ല എന്ന് തോന്നുന്നു. അവർ പിന്നാലെ പോകുന്നില്ല. IMC അവിടെ പോയിട്ട് റീകോൾ ചെയ്ത്. സെസ്കി റീകോൾ ചെയ്ത്. അത്രയും പ്ലേയേഴ്സ് തിരിച്ചു വന്നിട്ടുണ്ട്. 56 ലൈവ് ഉണ്ട് ഇനി. 17 ടീമും ബാക്കി. ഇത്രയും ദിവസം കണ്ടില്ല ഏറ്റവും കൂടുതൽ പ്ലേയേഴ്സ് ഒറ്റ മാച്ചിൽ കളിക്കുന്നത് ഇതാ. ഇക്കോണ്ട് ഇനി എല്ലാ സെമിയിലും ഉണ്ടാവും. അടുത്തത് ഗ്രൂപ്പ് C വേഴ്സസ് D. അതിലും ഏറെക്കുറെ 24 ഗാങ്ങിൻ്റെ അടുത്തൊക്കെ ഉണ്ടാവും. ടോട്ടൽ 24 ഗാങ്ങാണ്. 10-20 ഗാങ്ങിൻ്റെ മുകളിലേക്ക് എന്തായാലും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇക്കോണ്ട് ഗ്രൂപ്പ് C D അതിലാണ് മാസ്, TGA അങ്ങനെ കുറച്ച് ഗാങ്സ് വരുന്നത്. PhD ഉണ്ട്. PhD പിന്നാലെ ഇത് MDX തോന്നുന്നു. PhD അങ്ങോട്ട് പിടിച്ചു കൊടുത്തതാണോ? PhD ഷാഗി വന്നു. ഐ തിങ്ക് ഈസി കടത്തീമ റീകോൾ ചെയ്യാൻ വന്നിട്ട് പെട്ടിരിക്കും അവിടെ. പുള്ളി ലാസ്റ്റ് വേനാണോ ഈസിയിലെ? ഇല്ല, ആളുണ്ട്, വേറെ ആളുണ്ട്. ഓക്കെ. MDX ഇറങ്ങി അടിക്കാനുള്ള പരിപാടിയാണ്. അയ്യോ സോണ്. ഓക്കെ. നെല്ലിക്ക ഡൗൺ. നെല്ലിക്ക ഇങ്ങോട്ട് പുഷ് ചെയ്ത് വന്ന്. ബട്ട് ഡൗൺ ആയി. PhDയിൽ അടുത്ത 2 ആൾക്കാർ വരുന്നുണ്ട്. അവർ ഡൗൺ ആവുകയാണെങ്കിൽ
ഓക്കെ PhD വൈപ്പായെന്ന് തോന്നുന്നു. സോണോട്ടി വീണ്. സോണി എങ്ങോട്ടാ പോയത്? ഓ ഇങ്ങോട്ടെത്തിയല്ലേ. നല്ല പോക്ക് പോയി കേട്ടോ, നല്ല സ്പീഡിൽ സോൺ പോയത്. എന്താ ഇങ്ങനെ? ഞാൻ എന്തിനാ എത്ര ഭൂമിയുടെ അടി പോണു? WS വേഴ്സസ് CSK ആണ് അടി ഇവിടെ. പോയി നേരത്താവട്ടെ. CSK 2 പേരും WS 4 പേരുണ്ട് ഇവിടെ. എനിക്കാണ് ലാസ്റ്റ് ടൈം PhDയിലത്ത് സോണോട്ടിലാണ് തീർന്നത്. 1 HP ആയിരുന്നു സോണിൻ്റെ കൊണ്ട് കില്ലിട്ട്. ഓ CSK സപ്പോർട്ട് വന്നു. അയ്യോ CSK പെട്ടവിടെ വണ്ടി. CSK പൂങ്കണ്ണൻ ഡൗൺ, ഫോർസൈക്കൺ ഡൗൺ. ഇനി 2 പേരും കൂടെ. അവിടെ സ്വന്തം ടീമിലെല്ലാം അടിച്ച് സൈഡാക്കിയിട്ട് വന്നവൻ. 4 ടയറും ഇല്ല കേട്ടോ അവർക്ക്. കറക്റ്റ് ലാൻഡിങ്. CSK അടിക്കാൻ നിൽക്കുന്നില്ല. റിക്കോൾ അങ്ങനെ ചെയ്യാനുള്ള പരിപാടിയാണ്. ബട്ട് വണ്ടി സമ്മതിക്കുന്നില്ല അതിനേറെ. മേടിച്ച് വഴിയില്ല അവിടെ. ഓക്കെ CSKയിൽ ഒരാൾ ഡൗൺ ആയി. സൈട്രോ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. സൈട്രോ ഡൗൺ ആയി. ഓക്കെ CSK എലിമിനേറ്റ് ആയിട്ടുണ്ട്. അപ്പുറത്ത് ഓ ഇത്ര ലോങ്ങിൽ നിന്ന് അടിക്കുന്ന SPS. ഇവര് TGY നല്ലതിലാണ് നിൽക്കുന്നത്. ഹാൽക്കൺ, സീൻ ശശി, ഹോളി. എൻ്റെ ഇവിടെ തൊട്ടടുത്ത് ആരുണ്ടല്ലോ. ആരോ അതുവഴി കടന്നുപോയി. സെസ്കി ഈ കൂടെ അല്ലേ പോയത്? സോൺ ഫേസ് 6 ആവാനായി. ഇനിയുള്ളത് ഇതിൽ 16 ടീമാണ്. 51 നിലവുണ്ട്. ആക്ച്വലി ഈ ഒരു കൗണ്ടൊക്കെയാണ് സാധാരണ വരാറ് മാച്ചിന്. മറ്റേ ഇതിന് നമ്മുടെ ക്വാർട്ടർ ഫൈനലൊക്കെ ഈ ഒരു കൗണ്ടേ വന്നിട്ടുള്ളൂ. കത്താണ്ടിരുന്നാൽ മതി എനിക്ക്. അവസാനം വെച്ച് കത്തുന്നൊരു പരിപാടി ഉണ്ടായി. ആക്ച്വലി ഇതിൻ്റെ അകത്ത് ഇനി റീകോഡ് സെൻറ്റർ ഒന്നും ഇല്ലാവാണ്. ഓക്കെ NT വേഴ്സസ് സെസ്കി അടിയാ. സെസ്കി അറിയാണ്ട് വന്ന് കയറിയാവണം ഇങ്ങോട്ട്. ഇവർക്ക് കൗണ്ട് കുറവാണ്. ഒരു ഡൗൺ ആയതുകൊണ്ട് റീകോൾ ചെയ്ത് വന്നോന്ന് അറിഞ്ഞൂടാ. ഓക്കെ ബാഗ്സ് പെട്ട് ഡൗൺ ആയി. മാഡിക്ക് ഇറങ്ങിപ്പോകുന്നുണ്ട്. ബട്ട് അവരുടെ മുമ്പിലോട്ട് കയറി കൊടുക്കുന്നത് പ്രശ്നമാണ്. അയ്യോ അല്ല അടിച്ചേട്ടാ. അതുകൊണ്ട് ആർമർ അടിച്ചു കളഞ്ഞ്. ആർമറൊക്കെ പോയി. WWES 40 വാച്ചിങ് ഉണ്ട്. എല്ലാവരും ഓരോ ടീമിൻ്റെ പേരിലെങ്കിൽ W ഇട്. ഇത് ഐ തിങ്ക് മാഡി ഡൗൺ ആവും. ഓക്കെ സെസ്കി മാഡി ഡൗൺ. പക്ഷേ ഇനിയും അവർക്ക് ആളുണ്ട്. അവർക്ക് റീകോളായി ഒരാളുണ്ട്. എടാ കറക്റ്റ് അത് പൊട്ടിത്തെറിച്ചതാണ്. ഡയറക്റ്റ് പുള്ളി ഡൗൺ ആയി. നോക്കൂലായില്ല, പൊട്ടിത്തെറിച്ചുണ്ടാവും. ഇതിൻ്റെ അകത്ത് ഇനി റീകോൾ നോക്കണ്ട. റീകോളില്ല. റീകോളാൻ പോയി കഴിഞ്ഞാൽ പോയാലും പടാവും. വാഗോസിനെ തുടക്കത്തിലും കണ്ടതാ. അവർ റീകോൾ ചെയ്തിട്ട് പിന്നെ ഒരു പ്രാവശ്യം കൂടി കണ്ടായിരുന്നു. ഓക്കെ സോണ് വീണ്ടും ചെറുതായി. TGYക്ക് അടി തരാൻ ചാൻസ് ഉണ്ട്. DD ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് സോണി കയറ്റാണ്ടിരിക്കാൻ. TGYക്കാണെങ്കിൽ സോണി കയറാൻ വേറെ വഴിയുമില്ല. ഇതിൽ കൂടെ തന്നെ പോണവർക്ക്.
MB SM. സോണ് നല്ല ഡാമേജ് ഉണ്ട്. പൊള്ളിക്കടിക്കുന്ന കണ്ടോ, പൊള്ളിക്ക് തോണി കയറിയാൽ മതി, ഒരു വിട്ടുപിടിച്ച്. അവിടെ 3 ടീമാ. WS 67. ഓക്കെ 67 രണ്ടാൾക്കാർ ഇറങ്ങി. എടാ കയറ്റുന്ന 2 മേടിച്ചിട്ട് ഒരു വണ്ടി എടുത്ത് ലീവ് ചെയ്യുന്നു. കത്തിയാ അന്ത പെട്ടെന്നൊരു കത്തലെത്തി. W ഡെവലപ്പർ. അത്രയുള്ള അയ്യോ അവിടെ എനിക്ക് ഒരു അടിയായി. ഇവിടെ W67 വാഗോസ് MB അടിയായി. പെട്ടെന്നടിക്ക് അപ്പുറത്ത് പോകണം. അയ്യോ പോയി സെസ്കി എലിമിനേറ്റ് ആയിട്ടുണ്ട് അപ്പുറത്ത്. സെസ്കിനെ NT അടിച്ച് ഫിനിഷാക്കി. 67 ലാസ്റ്റ് വരാണോ? ഓക്കെ 67 എലിമിനേറ്റ് ആയി. ഇവിടെ BNB വാഗോസ് അവിടെ MBനെ അടിച്ച് ഫിനിഷാക്കി. ലാസ്റ്റ് സോണാക്കിയപ്പോൾ എല്ലാവരും കൂട്ട് ഒരുമിച്ച് അടിക്കുന്നു. നോക്കിയേ എല്ലാവരും സോണോട്ട് നിന്നിട്ടാണ് കളിക്കുന്നത്. ഓക്കെ NTTGY WS NTTGY ഈ 3 ആൾക്കാരുടെ പേര് ഞാൻ ചാറ്റ് കണ്ടിട്ടുള്ളൂ. വേറെ ആരെങ്കിലും ടീമുണ്ടോ? ചേടാ ആരൊക്കെയാണ് അടിക്കുന്നത്? MB ഓക്കെ IMC ഇവിടെ എലിമിനേറ്റ് ആയിട്ടുണ്ട്. ഇപ്പം കറൻ്റ് ഈ സോണ്ടൊക്കെ 13 ആൾക്കാർ ബാക്കിയുണ്ട്. 36 ലൈവും. എവിടെയൊക്കെയോ അടിയാവുന്നുണ്ട്. സോൺ ഔട്ടിൽ കുറേ പേര് വീഴാൻ ചാൻസ് ഉണ്ട്. അത്യാവശ്യം ചെറിയ സോൺ അയക്കണ്. ഫേസ് 9 വെയിറ്റ് ചെയ്യുന്നു. ഫേസ് 9 ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യും സോണ്. വണ്ടിയിലാണ് അടിക്കുന്നത്, അതുകൊണ്ട് മര്യാദക്ക് കാണാൻ പറ്റാത്ത. ഫുൾ വണ്ടിയിലാ. ആരോ ഡൗൺ ആവുന്നൊന്നും ഒരു ഐഡിയ കിട്ടുന്നില്ല. SM ഏത് ടീമാണ്? SMTP 2 ടൈമും കാണുന്നുണ്ട്. ഒറ്റ ടീമാണ്. ഓക്കെ DDNT അടിയാവുന്നുണ്ട്. ഷീഡിന് പിന്നാലെ പോകുന്നുണ്ട് NT. 2 പേർക്ക് ആർമർ ഇല്ലാന്ന് തോന്നുന്നു. ഒരാൾക്ക് ആർമറുണ്ട്. അയ്യോ DD നേരെ ചെന്ന് വിട്ടു. DDയുടെ വണ്ടി കത്തി. അതിപ്പോൾ കത്തും. ഓക്കെ സോണ് വീണ്ടും ചെറുതായി. സമയത്ത് 2 ആൾക്കാരെ അടിച്ച് കളഞ്ഞു. അവിടെ ഇടിച്ചിട്ടിട്ട് ഈ 2 പേരുള്ളൂന്ന് തോന്നുന്നു. DD ഓക്കെ SM അവിടെ വൈപ്പായിട്ടുണ്ട്. EC എലനോ EC റീക്കോളായി വന്നോ? അല്ല പുള്ളി ലാസ്റ്റ് വേണമെന്ന് തോന്നുന്നു. ഓക്കെ വാഗോസ് അവിടെ എലിമിനേറ്റ് ആയിട്ടുണ്ട്. വാഗോസിന് എനിക്ക് MDXനെ അടിച്ചു. WS വാഗോസിനെ അടിച്ചു. ഓക്കെ EC ഇപ്പോൾ എലിമിനേറ്റ് ആയി. EC ആക്ച്വലി കുറേ നേരം മുമ്പ് എലിമിനേറ്റ് ആവേണ്ടതാണ് കേട്ടോ. ഒരാളതിലങ്ങാണ്ട് നിന്നവർ. SPS NT അടിയായിട്ടുണ്ട് ഇവിടെ. TGY അവിടെ വണ്ടിയിലാണ്. ഓക്കെ TGY താരം അടിച്ചിട്ട് ഡ്രൈവറാണ് അടിച്ചിട്ട്. ഒരാൾ ഡൗണായി. ടീം MB എലിമിനേറ്റ് ആയിട്ടുണ്ട്.
ഒരു ഐഡിയ കിട്ടുന്നില്ല ലാസ്റ്റ് തവണ. ഇപ്പോൾ എവിടെ സ്പെക്ക് ചെയ്യുന്നു? ആ ഇവിടെ സ്പെക്ക് ചെയ്യാം. KTD TGY. ഓക്കെ, KTD ശിവൻ അടിച്ചിട്ടുണ്ട്. അപ്പുറത്ത് VNB. അവർക്ക് ഓരോ ഉണ്ടാവില്ല അവരൊക്കെ ആരെ അടിക്കുന്നതെന്നുള്ളത്. MDX വന്ന് MDX ആക്ച്വലി രണ്ടുപേരുള്ളൂ എന്ന് തോന്നുന്നു. രണ്ടുപേരും ഡൗണാ. TD അതിൻ്റെ ഇടയ്ക്ക് കൂടെ ആളെ ഇടിച്ചു കൊണ്ടുപോകാൻ നോക്കുന്നത്. എല്ലാവരും എനിക്ക് കൊണ്ടുപോകുന്നു തോന്നുന്നു. TGY അവിടെ പെട്ട് എല്ലാവരും ഉണ്ട്. MDX 0 1 HP. ഓക്കെ, MDX അവിടെ വൈപ്പായിട്ടുണ്ട്. NT അവിടെ KTD ഉണ്ട്, SPS ഉണ്ട്. രണ്ട് ടീമിനെ അടിക്കുന്നുണ്ട്. KTD വൈപ്പായിട്ടുണ്ട്. SPS അവിടെ ലാസ്റ്റ് വേണമെന്ന് തോന്നുന്നു. ഓക്കെ, SPS വൈപ്പായി. VNB ലാസ്റ്റ് മാനാണോ? ഓ VNB വൈപ്പായി. എടാ പടപടയെന്നാണ്ട വൈപ്പ വന്ന ടീമും ഇത്രയും ടീം ലാസ്റ്റ് കൊണ്ട് വന്നോണ്ട് NT അവിടുന്ന് പുഷ് ചെയ്ത് കയറുന്നുണ്ട്. ഓക്കെ, NTയുടെ ബാക്കിൽ DD കുത്തിച്ച് വണ്ടി. അവർ അറിഞ്ഞിട്ടില്ലേ? ഒരാൾ ഗോസ്റ്റ് റൈഡർ അവരൊപ്പൊക്കെ നിന്ന് കളിക്കുന്ന. ഓക്കെ, സോണും വന്ന്. സോണിൻ്റെ അകത്തുള്ളത് TGY മാത്രമാണ്. എല്ലാവർക്കും കുറച്ച് ഹെൽത്ത് കുറച്ച് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും സോണൊട്ടി വീഴും. അപ്പോൾ WS എലിമിനേറ്റ് ആയി. NT WSനെ അടിച്ചു. TGY പുറത്തോട്ട് കയറിപ്പോയി. ഓക്കെ, 2 vs 3. TGY 2 ആൾക്കാർ, NT 3 പേര്. 2v2. ഓക്കെ, 1v2. ഹോളി 2 വിക്ക് എടുക്കുമോ അതോ ഹോളിനെ അവരടിക്കുമോ? ഓ ഓക്കെ, 1v1. യോടാ എന്റെ പൊന്നെ, അവൻ 3 പേരടിച്ചിട്ടവൻ ഹോളി. ഓക്കെ, സെമി ഫൈനൽ W. സീനടി അവൻ നിന്നടിച്ചിട്ട് അവിടെ സെമി ഫൈനലിലെ ഫസ്റ്റ് റൗണ്ട്. അപ്പോൾ TGY ജയിച്ചിട്ടുണ്ട്. സെക്കൻഡ് പൊസിഷനാണ് NT. കില്ല് നോക്കുവാണെങ്കിൽ TGYക്ക് 7 കില്ലുണ്ട്, NTക്ക് 18 കില്ലുണ്ട്. എനിക്ക് തോന്നുന്നു TGYക്ക് കിട്ടുന്ന പോയിന്റിനെക്കാട്ടി കൂടുതൽ പോയിന്റ് NTക്ക് ആവും. ഞാൻ ഈ ലീഡർ ബോർഡിൽ ഫസ്റ്റ് വരെ NT ആവാനേ ചാൻസ് ഉള്ളൂ. കാരണം NT അത്രയും കില്ലെടുത്ത് കൂട്ടിയിട്ടുണ്ട്. NTക്ക് 18 പോയിന്റ് കില്ലിൽ തന്നെ ഉണ്ടാവും. സെക്കൻഡ് പൊസിഷൻ്റെ 9 പോയിന്റ് അതും ഉണ്ടാവും.